ചില വാചകങ്ങൾ പറയാൻ എനിക്ക് നിങ്ങൾക്കും വലിയ മടിയാണ്. എനിക്ക് നിങ്ങൾക്കും ചില വാക്ക് ഒരു അൽഹംദുലില്ലാ പറഞ്ഞപ്പം ഒരു അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞപ്പോ അവിടെയും മടി, ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ അവിടെയും മടി. എല്ലാത്തിനും മടി പിടിച്ചവരാണ് നമ്മൾ. എന്നാൽ ചില വാക്കുകൾ പറയാൻ എനിക്കും നിങ്ങൾക്കും വലിയ മടിയാണ്. പക്ഷെ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകൻ അവിടുന്ന് 7 കലിമത്തുകൾ പറഞ്ഞു തന്നു. എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഇരിക്കണ കൊച്ചുകുട്ടികളോട് വരെ ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ അറിയുന്ന 7 കലിമത്തുകളുണ്ട്. ഈ 7 കലിമത്തുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ കാണാതെ പഠിച്ചാൽ അത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 7 വാചകങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഏത് കുട്ടിയോട് ചോദിച്ചാലും പറയാൻ അറിയുന്ന 7 വാക്കുകളുണ്ട്. ആ 7 വാക്കുകൾ കാണാതെ പഠിക്കണം, പറയേണ്ട സമയത്ത് പറയണം. പറഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം ഞാൻ പ്രതിഫലം പറയാം, എന്നിട്ട് 7 എണ്ണം പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഒന്ന് കേറിയിരുന്ന ഇങ്ങോട്ടൊക്കെ കുറെ മലക്കുകൾ ഇരിക്കുന്നു. ഈ കസേര എടുക്കണ്ട, നിങ്ങൾ സ്വന്തം കാര്യം നോക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഒന്ന് കേറിയിരുന്ന് ഇങ്ങ് അടുത്തിരിക്കും. സെൻട്രലിലെ വഴി വേണ്ട, എല്ലാവരും അടുത്ത്. സുലൈമാനൊക്കെ നിങ്ങൾ ഇന്ന് വരെ സ്റ്റേജിൽ കയറിയിട്ടില്ല. നിങ്ങളുടെ നാട്ടിലെ പരിപാടിക്ക് ഒന്നെങ്കിലും ഒന്ന് കയറിയിരുന്നു. ഒന്ന് നമ്മുടെ നമ്മുടെ ഒരു സുഹൃത്താണ്, ജീവിതത്തിൽ സ്റ്റേജിൽ കയറത്തില്ല. അപ്പൊ ചോദിക്കുമ്പോ പറയും അകത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പുറത്തിരിക്കലാണ്. അൽഹംദുലില്ലാഹ് കൊറോണ ഒന്നും ഇല്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ മകൻ അവനെ ഹാഫിളായി കാണുന്ന വലിയ കൊതിയ. അള്ളാഹു പൊന്നു മോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. കയറിയിരുന്ന സംഘാടകരൊക്കെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്താണ് ചങ്ങായി, പെട്ടെന്ന് കയറി, എല്ലാരും കയറി. കേറിക്കോ ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ കയറിയിരുന്നോളി. ഒരു 7 കലിമത്തുകൾ ഞാൻ പറഞ്ഞു തരാം. എന്തേ പ്രതിഫലം? വാഴ വിടുന്നത് തുടങ്ങാം. ഇന്നലെ നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബുൽ ലൈസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ പറയുന്ന 7 വാചകങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണാതെ പഠിക്കുകയും അത് പറയേണ്ട സമയങ്ങളിൽ പറയുകയും ചെയ്താൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ നിസാരമായി പറഞ്ഞു കളയുന്ന ചില വാചകങ്ങളുണ്ട്. എങ്കിൽ ഈ പറയുന്ന 7 വാചകങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കാണാതെ പഠിക്കാൻ കഴിയുമോ? ജീവിതത്തിൽ പല സമയങ്ങളിൽ ഞാനും നിങ്ങളും സംസാരിക്കുമല്ലോ. സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വാചകങ്ങൾ നിനക്കൊന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? മഹാനായ അബുൽ ലൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ്. ഞാനും നിങ്ങളും പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഈ സദസ്സിലില്ല. വഅദ് പറയുന്നവനും വഅദ് കേൾക്കുന്നവനും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായിട്ട് നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ്. ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു കണക്കില്ലല്ലോ. പലരും ചോദിക്കുമല്ലോ, ഉസ്താദേ, എന്റെ ജീവിതത്തിൽ ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ഈ പാപങ്ങൾ മുഴുവനും ഞാൻ എവിടെ കൊണ്ട് കഴുകിക്കളയാനാ? ഈ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള എളുപ്പ വഴി എന്താ? ഞാനും നിങ്ങളും ചോദിക്കുന്നവരല്ലേ? ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമല്ലേ പഠിക്കുന്നത്? ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്ത വലിയ ഒരു ഉപദേശമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? മോനെ, ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല.
പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമാ. അതുകൊണ്ട് എന്റെ രണ്ടാമത്തെ ദിവസത്തിന്റെ വഅദ് പ്രഭാഷണം ഇവിടെ നിന്ന് തുടങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ഈ പറയുന്ന 7 വാചകങ്ങൾ നിങ്ങൾ ആരെങ്കിലും പഠിക്കുകയും പറയുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളും കടൽ കാണാൻ പോകുമല്ലോ, കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, ബീച്ചുകളിൽ പോകുന്നവരാണല്ലോ, കടലിന്റെ തിരമാലകൾ നോക്കി നിൽക്കുന്നവരാണല്ലോ. ആ കടലിന്റെ തിരമാലകൾ പടച്ചവനെ അതാ ഭൂമിയിലേക്ക് കരയിലേക്ക് കടന്നു വരുമല്ലോ. ആ കടലിന്റെ തിരമാല അടിച്ച് കരയിലേക്ക് കയറി വന്നിട്ട് അത് തിരിച്ചു പോകുമ്പോ ആ തിരമാലയിൽ പടച്ചവനെ പതയും നൊരയും ഇങ്ങനെ കാണുകയാ. കടലിന്റെ തിരമാല വന്നിട്ട് പോകുമ്പോ പതയും നൊരയും ഇങ്ങനെ കാണാറുണ്ടല്ലോ. അതിന്റെ എണ്ണം നമുക്കറിയില്ല, അത് എണ്ണാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ പറയുന്ന 7 വാചകങ്ങൾ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അത് പറയേണ്ട സമയത്ത് പറഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? കടലിന്റെ തിരമാലകളോളം പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താൽ ആ കടലിന്റെ തിരമാലകൾ കരയിലേക്ക് കടന്നു വരുമ്പോ തിരക്കകത്ത് വരുന്ന പതയും നൊരയും ഉണ്ടല്ലോ. പാപം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന 7 വാചകങ്ങൾ കാണാതെ പഠിക്കുകയും അറിയാമെന്ന് ഇന്ന് ഈ സദസ്സിൽ നിന്നുകൊണ്ട് നീ തീരുമാനിച്ചാ ഇവിടെ നിന്നുകൊണ്ട് നീ ഇറങ്ങി പോകുന്നത് എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട മാതാവ് പടച്ചവനെ ഇന്ന് പ്രസവിച്ചിട്ടതുപോലെ സർവ പാപങ്ങളും പുറത്തവരെ പോലെ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുമല്ലോ, ഉംറയ്ക്ക് പോകുമല്ലോ. ആ സമയത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കല്ലിനെ കുറിച്ച് പറഞ്ഞു തന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, സ്വഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് ചുംബിച്ചാൽ, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിലൊരു മനുഷ്യന് തൗബ ചെയ്യുന്ന മനസ്സോട് ഇഖ്ലാസോട് കൂടി ആരെങ്കിലും അതിനകത്തുനിന്ന് ചുംബനം കൊടുത്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തരുമ്പോ ഈ പറയുന്ന 7 കലിമത്തുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ കഴിയുമോ? ഇവിടെ ഇരുന്ന് കൊണ്ട് തീരുമാനിക്കാൻ കഴിയുമോ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരികയാണ്. റളിയല്ലാഹു തആല അൻഹു പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, കോടാനി 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 കോടി മലക്കുകൾ പടച്ചറപ്പിനുണ്ടല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ബഹുമാനിക്കുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കുറിച്ച് പറയുകയാ. പടച്ചവനെ, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ബിലാൽ തങ്ങളെ കുറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യനാരാ? അത്ഭുതത്തോടു കൂടി നോക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കല്ലേ പറഞ്ഞു കൊടുത്തത്, യാ റസൂലല്ലാഹ്, ആ പോകുന്നത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പോലും അത്ഭുതത്തോടു കൂടി മലക്കുകളോട് ചോദിച്ചു, പത്രേ, എന്റെ ബിലാലിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ ബിലാലിന് നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ചോദിച്ചെന്ന ചരിത്രം പറയുമ്പോ ഈ പറയുന്ന 7 കലിമത്തുകൾ നിങ്ങൾ ആരെങ്കിലും കാണാതെ പഠിക്കാൻ കഴിയുമോ? വെറുതെ പഠിച്ചുകൊണ്ട് നടന്നാ പോരാ, പറയേണ്ട സമയത്ത് പറയണേ, പറയേണ്ട സമയത്ത് പറയണേ. പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ
സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരികയാ. 2 അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുകയാണ്, നിന്നെ ബഹുമാനിക്കുകയാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാനിന്റെ മാധുര്യമുണ്ടല്ലോ, ഒരു മാധുര്യമുണ്ട്. ഈമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുകയാണ്. ഈമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുകയാണ്. നിന്റെ മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ പ്രകാശം കാണുകയാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അബുല്ലൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പടച്ചവനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഉത്സാഹമാ. കാര്യം ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഉത്സാഹം നിനക്കുണ്ടാകുകയാണ്. പടച്ചവനെ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും സ്വലാത്ത് പറയാനും ദിക്റ് പറയാനും മജ്ലിസുൻ നൂർ ഓതാനും എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് വല്ലാത്ത ഒരു ഉത്സാഹമാണ്, ഒരു വല്ലാത്ത സന്തോഷമാണ്, ഒരു വല്ലാത്ത ആഗ്രഹമാണ്. എന്നിട്ട് മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, 5ാമത്തെ പ്രതിഫലമെന്താ? 5ാമത്തെ പ്രതിഫലമെന്താ? നിന്റെ ജീവിതവും നിന്റെ മരണവും ഖൈറാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഈ ദുനിയാവിലെ ജീവിതവും ഖൈറാണ്, ദുനിയാവിലെ ജീവിതവും ഖൈറാണ്, നിന്റെ മരണവും ഖൈറാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. 5 പ്രതിഫലമാണ് 7 കലിമത്തുകൾ കാണാതെ പഠിച്ച. ഞാൻ പറയുന്ന 7 വാചകങ്ങൾ കാണാതെ പഠിച്ചാൽ 5 പ്രതിഫലം അല്ലാഹു നൽകും. 1ാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും. 2 അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കും, നിനക്ക് വേണ്ടി ദുആ ചെയ്യും. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിന്റെ പ്രകാശം, ഈമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. 4 ഇബാദത്ത് ചെയ്യാൻ ആരും നിന്നെങ്ങനെ നിർബന്ധിക്കണ്ട, നീ സ്വന്തമായിട്ട് ചെയ്യും. ആ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു സുഖം നീ കണ്ടെത്തും. 5 നിന്റെ ജീവിതവും നിന്റെ മരണവും നന്നാകും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി പറ ചെയ്യുമോ ഇല്ലേ? ഇൻഷാ അല്ലാഹ് ചെയ്യുമോ ഇല്ലേ? ഈ പ്രതിഫലം പറഞ്ഞിട്ട് നിനക്കത് തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊന്നും പറയില്ല. ഈ 5 പ്രതിഫലം ഞാൻ പറഞ്ഞു. ഈ പ്രതിഫലം കേട്ടിട്ട് ഞാൻ പറയുന്നത് കെട്ടുതാരി അടിച്ചു തരാനല്ല, തലകുത്തി നിസ്കരിക്കാനല്ല. ഈ പറയുന്ന 7 കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഇത് 7 ഒറ്റയടിക്ക് എഴുന്നേറ്റ് നിന്ന് പറയാൻ പറഞ്ഞ ഈ ചെറിയ മക്കൾ വരെ പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു 7 കലിമത്ത് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, ഇരിക്കണ എല്ലാവർക്കും അറിയാം 7 കലിമത്ത്. ഞാൻ പറയാൻ പോകുന്ന ഈ 7 വാചകങ്ങൾ അറിയാത്ത ഒരൊറ്റ ഇൻസാൻ ഉണ്ടാവത്തില്ല. ഇരിക്കണ ഇതായിരുന്നു ഉസ്താദേ, ഇതാ ചോദിക്കാൻ പോണേ. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും, ഇതായിരുന്നു ഉസ്താദേ എന്ന്. ഇതായിരുന്നു എന്നല്ല, ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ പറയാറില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ, പഠിപ്പിച്ചു തരട്ടെ, പഠിപ്പിച്ചു തരട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയാത്തത് കാരണമായി ഇപ്പൊ ഇത്രയും സമയം ഞാനിത് പറയാൻ വേണ്ടി എടുത്തത്. അതുകൊണ്ട് പറ, ഇൻഷാ അല്ലാഹ് പഠിച്ചൂടെ? ഒരു ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1ാമത്തെ കാര്യം റെഡിയല്ലേ? റെഡിയല്ലേ? വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. 1ാമത്തെ കാര്യം, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നീ തുടങ്ങണം. അത് നീ കാണാതെ പഠിച്ചു വെക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1ാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം എന്താ? ഒന്ന് പറ. എന്താ? എല്ലാവർക്കും കാണാതെ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കി. അറിയുന്നവര് മാത്രം ഒന്ന് കൈപൊക്ക, അറിയാത്തവൻ പൊക്കണ്ട. ഇടത്തെ കയ്യനാണെന്നും പൊക്കല്ലോ. വലത് കൈ ഇടതു ഭാഗമൊന്നുമില്ല, വലത് കൈ പൊക്കിക്കും. പക്ഷേ എത്ര പേരാ നല്ല കാര്യം ചെയ്യുമ്പോ ഇത് പറയുന്നത്?
അവിടെയാ വിഷയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ അറിയാത്ത ഒരാളുമില്ല, എല്ലാവർക്കും അറിയാം. ഏതുറക്കത്തിൽ ചോദിച്ചാലും ചാടി എഴുന്നേറ്റ് പറയും. പക്ഷേ നീ ഇത് ചെയ്യാറുണ്ടോ ജീവിതത്തിൽ? നിസ്കരിക്കുകയല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറയണം. എത്ര പേര് പറയാറുണ്ട്? വസ്ത്രം ധരിക്കുന്ന സമയത്ത് എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ നമ്മൾ പറയാറുണ്ടോ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഈ 7 കലിമത്തിന് അള്ളാഹു സ്വർഗം തരാമെന്ന് പറഞ്ഞത് വെറുതെയല്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2, എന്ത് കാര്യവും ചെയ്തു കഴിഞ്ഞാൽ നീ അൽഹംദുലില്ലാ എന്ന് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതും പറയാൻ അറിയില്ലേ? അൽഹംദുലില്ലാ എന്ന് പറയാൻ എല്ലാവർക്കും അറിയില്ലേ? പക്ഷേ എപ്പോഴാണ് നമ്മളിത് പറയാറുണ്ട്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എത്ര പേരാ പറയാ? ബാത്റൂമിൽ കയറി മൂത്രമൊഴിച്ചു ഇറങ്ങുമ്പോ അൽഹംദുലില്ലാ എത്ര പേരാ പറയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വെറുതെ പഠിച്ചു വെക്കാനുള്ളതല്ല, അത് പറയേണ്ട സമയത്ത് പറയാനുള്ളതാണ്. അള്ളാഹു നമുക്ക് പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 ഒരു കാര്യം പിന്നെ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ നീ ഇൻഷാ അല്ലാഹ് എന്ന് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 3ാമത്തെ വാചകം ഇൻഷാ അല്ലാഹ്. നമ്മൾ പറയും 6 മാസം കാലാവധി ഉണ്ടെന്നാ പറയാ. ഇൻഷാ അല്ലാഹ് നമ്മളൊരു തമാശ രീതിയിൽ പറയും, നാളെ തരാം ഇൻഷാ അല്ലാഹ്, നാളെ കാണാം ഇൻഷാ അല്ലാഹ്, നാളെ പറയാം ഇൻഷാ അല്ലാഹ്. ഈ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടാ പറയാ. എങ്കിൽ അതങ്ങനെ കളിയാക്കാനുള്ളതല്ല. ഒരു മനുഷ്യൻ ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നീ പിന്നീട് ചെയ്യാൻ തീരുമാനിച്ചാൽ നീ ഇൻഷാ അല്ലാഹ് പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പഠിക്കേണ്ട 3ാമത്തെ വാചകം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനാവശ്യമായ ഒരു സംസാരം കേട്ടുകഴിഞ്ഞാൽ എന്തു പറയണം? അനാവശ്യമായ ഒരു സംസാരം കേട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ്. എന്തെങ്കിലും മോശമായ സംസാരങ്ങൾ, അനാവശ്യമായ സംസാരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നീ അസ്തഗ്ഫിറുല്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് പ്രവാചകൻ 5ാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്തെങ്കിലും വെറുക്കുന്ന കാര്യങ്ങൾ നീ കണ്ടാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ അല്ലാഹുവിനോട് കാവലിനെ തേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വൃത്തികെട്ട കാര്യം, ഒരു മോശമായ കാര്യം, ഒരു പാപം നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നീ അവിടെ നിന്ന് പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനോട് നീ കാവലിനെ ചോദിക്കണം. ഈ പ്രവാചകൻ 6ാമതായിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ പറയാറുണ്ട്. എപ്പോ? ആരെങ്കിലും മരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ല. പള്ളിയുടെ മിനാരത്തിന്ന് കേൾക്കാറുണ്ട് അങ്ങനെ. സത്യത്തിൽ വീട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കണഞ്ഞാൽ അപ്പൊ പറയണം ഇന്നാ ലില്ലാഹി. കരണ്ട് പോയി ഇന്നാ ലില്ലാഹി. കയ്യിലിരുന്ന മൊബൈല് താഴെ വീണു ഇന്നാ ലില്ലാഹി. കാരണം അതൊരു മുസീബത്താണ്. നിന്റെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയ നീ അപ്പൊ പറയണം ഇന്നാ ലില്ലാഹി. അല്ലാതെ മരിക്കുമ്പോ മാത്രമല്ല, മരണവാർത്ത കേൾക്കുന്ന സമയത്ത് മാത്രമല്ല, ഒരു മുസീബത്ത് എന്തുമാകട്ടെ, ഒരു ചെറിയ കാര്യമാണെങ്കിലും. അതാണ് പണ്ടുള്ളവരൊന്ന് വിളക്ക് കെട്ടുപോയാ പറയുമായിരുന്നു ഇന്നാ ലില്ലാഹി. പക്ഷെ നമ്മൾ ഇന്ന് മരിച്ചാൽ പോലും പറയാറില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 7ാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 7 കലിമത്തുകൾ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ, 1 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 2 അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ്, 3ാമത്തെ കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ്, 4ാമത്തെ കലിമത്ത് അസ്തഗ്ഫിറുല്ലാഹ്, 5ാമത്തെ കലിമത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 6ാമത്തെ കലിമത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, 7ാമത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 7 വാചകങ്ങൾ ആരെങ്കിലും കാണാതെ പഠിക്കുകയും അത് പറയേണ്ട സമയത്ത് പറയുകയും ചെയ്താൽ അവന്റെ ജീവിതവും അവന്റെ മരണവും നന്നാകുമെന്ന്
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയാൻ താമസിച്ചത് കൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. എന്തായാലും ഉപകാരമുണ്ടായി. ഈ പറഞ്ഞ 7 വാചകങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളിൽ പലരും അത് പറയാറില്ല. പറയാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമേതാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ആ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ലുഖ്മാൻ. സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. ഹദീസിന്റെ പണ്ഡിതന്മാര് മഹത്തുക്കൾ പറയുന്നത്, ഓരോ പിതാക്കന്മാരും ഓരോ മാതാപിതാക്കളും സൂറത്തുൽ ലുഖ്മാൻ ഓതി പഠിക്കണമെന്നാണ്. ഒരു പ്രത്യേകിച്ചൊരു പിതാവ് സൂറത്തുൽ ലുഖ്മാൻ ഓതി പഠിക്കണം. എന്തിനെന്നറിയുമോ? ഒരു വാപ്പ തന്റെ പൊന്നാര മകനെ എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്ന് പഠിക്കാൻ, ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ പൊന്നുമോനെ നന്നാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ, തന്റെ പൊന്നാര മക്കൾക്ക് എങ്ങനെയാണ് ഉപദേശം കൊടുക്കേണ്ടതെന്ന് പഠിക്കാൻ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം ഓതി നോക്കണേ എന്ന് പണ്ഡിതന്മാര് മഹത്തുക്കൾ പറഞ്ഞു തരുമ്പോ, ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല, കറുത്തവനായിരുന്നു. സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബി പറഞ്ഞതെന്ന മഹാനാ അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു കറുത്തവനാണ്, അടിമയാണ്, നീഗ്രോയാണ്, മുടിയൊക്കെ ചുരുണ്ടവനാണ്. പക്ഷേ നാളെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു 1000 വർഷക്കാലമാണ് ഈ ദുനിയാവിൽ ജീവിച്ചത്. 1000 വർഷക്കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോ 4000-ഓളം വരുന്ന പ്രവാചകന്മാരെ കണ്ട മഹാനാ. 4000-ഓളം വരുന്ന പ്രവാചകന്മാരെ കണ്ട മഹാനാണ്. കണ്ടത് മാത്രമല്ല, 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാ. 4000 പ്രവാചകന്മാരെ കാണുകയും അവർക്ക് ഖിദ്മത്ത് ചെയ്യുകയും അവരുടെ ജീവിതം പഠിക്കുകയും അവരുടെ കൂടെ നടക്കുകയും ചെയ്ത മഹാനാണ്. ആ മഹാനാണ് പറഞ്ഞു തരുന്നത്, ഈ പറയുന്ന 8 നന്മകൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ 8 നന്മകളാണ് പറഞ്ഞു തന്നത്. 8 നന്മകളാണ് പറഞ്ഞു തന്നത്. ഈ 8 നന്മകൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പറഞ്ഞു തന്ന 8 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശമേതാ? 8 ഉപദേശങ്ങളാണ് പറഞ്ഞു തരുന്നത്. ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന് ഖിദ്മത്ത് ചെയ്ത് പ്രവാചകന്മാരെ കാണുകയും ഖിദ്മത്ത് ചെയ്യുകയും അവരുടെ ഉപദേശങ്ങൾ പഠിക്കുകയും ചെയ്ത ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തന്നത് 8 നന്മകളാണ്. ഈ പറയുന്ന 8 നന്മകൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിലെ ഒന്നാമത്തെ കാര്യമെന്താ? മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ നമുക്ക് പറഞ്ഞു തന്ന ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ? ഇൻ കുന്ത ബിസ്വലാത്തി ഫഹ്ഫദ് ഖൽബക. അവിടുന്ന് പറഞ്ഞു തന്ന ഒന്നാമത്തെ കാര്യമെന്താ? പടച്ചവനെ 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തന്ന ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ? പടച്ചവനെ നീ അതാ ഇബാദത്തുകൾ ചെയ്യുമ്പോ,
സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ, നീ നിസ്കരിക്കുമ്പോ, നീ ഖുർആൻ ഓതുമ്പോ, നീ സ്വലാത്തുകൾ പറയുമ്പോ, നീ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. ആ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം. ആ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഉണ്ടാകണം. ആ ഹൃദയത്തിന്റെ അകത്ത് നല്ല ദീനത, നല്ല നിയ്യത്ത് ഉണ്ടാകണം. എങ്കിലേ നിന്റെ സർവ്വ അമലുകളും അല്ലാഹു സ്വീകരിക്കൂ എന്ന് മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയത് അത് തന്നെയാണ്. മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു ഒന്നാമതായിട്ട് പറഞ്ഞു, മൈക്ക് സെറ്റുകാരെന്താ ആ ഒരു ഡിലേ ഒന്ന് പതുക്കെ ഒന്ന് കുറച്ച്, എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല, തട്ടിമുട്ടി. മഹാനായ ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ 4000 പ്രവാചകന്മാരെ കാണുകയും കൂടെ നടക്കുകയും ഖിദ്മത്ത് ചെയ്യുകയും ചെയ്ത മഹാനാണ് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം, നീ എന്ത് ഇബാദത്തുകൾ ചെയ്യുന്ന സമയം നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇഖ്ലാസ് ഉണ്ടോ സഹോദരങ്ങളെ? എന്താടാ മുഖത്തൊരു വല്ലാത്ത ഉറക്ക ക്ഷീണം, രാത്രിയൊക്കെ നിസ്കാരവും ഖുർആൻ ഓതലുമായിരുന്നില്ല നമ്മൾ പറയാ. നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ പബ്ലിസിറ്റി എവിടെ നിന്ന് ചോദിക്കാ, പടച്ചോൻ എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം വയ്യ, അല്ലെങ്കിൽ കാണുക എന്താ നീ ക്ഷീണിച്ചു പോയല്ലോ, സുന്നത്ത് നോമ്പല്ലേ, വ്യാഴവും തിങ്കളും എല്ലാ ദിവസവും നോമ്പ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്. അവിടുന്ന് ദാവൂദുൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് 40 കൊല്ലം നോമ്പ് പിടിച്ചെന്ന ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. ദാവൂദുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു മഹാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. 40 വർഷം ആ മഹാൻ നോമ്പ് പിടിച്ചു. പക്ഷെ സ്വന്തം ഭാര്യ പോലും അറിഞ്ഞില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. 40 കൊല്ലം നോമ്പ് പിടിച്ചിട്ട് മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്കി. എല്ലാ ദിവസവും രാവിലെ പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഭാര്യ ഭക്ഷണം എടുത്തിട്ട് കയ്യിൽ കൊടുക്കും. എന്നിട്ട് പോകുന്ന വഴി കാണുന്ന ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് പോകും. ഭാര്യ പോലും അറിഞ്ഞില്ല. 40 കൊല്ലം നോമ്പ് പിടിച്ചു. മരണപ്പെട്ടതിന് ശേഷം ഭാര്യ എങ്ങനെയാണ് അറിഞ്ഞത്? എല്ലാ ദിവസവും ഭക്ഷണം വാങ്ങുന്ന മനുഷ്യൻ നോക്കുമ്പോ ഇദ്ദേഹത്തെ കാണുന്നില്ല. അങ്ങനെ തെരഞ്ഞു വന്നു. അപ്പോഴാ ഭാര്യ അറിയുന്നത് നോമ്പുകാരനായി. 40 കൊല്ലം. നമ്മൾ അങ്ങനല്ല. എന്തെങ്കിലും ഒരു പാവപ്പെട്ട പെൺകൊച്ചിനെ കെട്ടിച്ചു കൊടുത്താൽ അവിടെ ഫ്ലെക്സ് വെക്കും നമ്മൾ. പടച്ചോനെ, ഇതിലൊക്കെ ഞാൻ 1 പവൻ 2 പവൻ 3 പവൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പബ്ലിസിറ്റി. എല്ലാരും ആർക്കാ ഇഖ്ലാസ് ഉണ്ടാവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബീഅത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക വീടിന്റെ അകത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കേറി വന്ന അപ്പ അടച്ചു വെക്കും. ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടാൽ തന്നെ റബീഅത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ അടച്ചു വെക്കും. കാരണം എന്തേ? അവരറിയണ്ട, അവര് കാണണ്ട. അതാണ് പണ്ഡിതന്മാർ, അതാണ് ഇഖ്ലാസ് ഉള്ളവർ. അവരൊരിക്കലും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരല്ല. അവരൊരിക്കലും അങ്ങനെ അല്ലാഹുവേ ഇബാദത്ത് മറ്റൊരാൾ കാണാൻ ഏറ്റവും വലിയ ശിർക്കല്ലേ ഇത്? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു പറയും, നീ അവനെ കാണിക്കാനല്ലേ ഓതിയത്, നീ അവനെ കാണിക്കാനല്ലേ ചെയ്തത്, പോയി മേടിച്ചോ, അടുക്കൽ നിന്ന് പ്രതിഫലം മേടിച്ചോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ പണ്ഡിതന്മാർ, എത്രയോ മഹത്തുക്കളുടെ ചരിത്രം മഹാനായ അതാ ഹദീസിന്റെ കിതാബിൽ കാണാം. മുഹമ്മദ് ബിൻ മുൻകദർ റളിയല്ലാഹു തആല അൻഹു ചരിത്രം പറയുന്നു. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദർ റളിയല്ലാഹു തആല അൻഹു, നമ്മളൊക്കെ ഇന്ന് കോലങ്ങൾ നോക്കിയിട്ടാ ജനങ്ങളെ വിലയിരുത്തുന്നത്. ഇഖ്ലാസ് ആരും പരിഗണിക്കാറില്ല. ഒരു മനുഷ്യന്റെ ഈമാൻ ആരും പരിഗണിക്കാറില്ല. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ മസ്ജിദ് നബവിയിൽ പള്ളിക്കകത്ത് ഇങ്ങനെ കിടക്കുക. മഹാനവറുകൾ പറയുന്നു, ഞാൻ ഇങ്ങനെ പള്ളിക്കകത്ത് കിടക്കുമ്പോ എല്ലാവരും, ജനങ്ങൾ മുഴുവനും മഴയില്ലാതെ, നാട്ടുകാര് മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്തു. മുഹമ്മദ് ബിൻ മുൻകദർ റളിയല്ലാഹു തആല അൻഹു ലോകം അറിയുന്ന പണ്ഡിതന, സാധാരണ ഒരു മനുഷ്യനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഴ കിട്ടുന്നതിന് വേണ്ടി ഒരു നാട് മുഴുവനും ദുആ ചെയ്തു. മഴ പെയ്യുന്നില്ല. അവസാനം മഹാനവറുകൾ പള്ളിക്കകത്ത് ഇങ്ങനെ കടന്നുറങ്ങുകയാ. പള്ളിക്കകത്ത് പള്ളിക്കകത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് കയറി വന്നു. ഹദീസിന്റെ കിതാബിൽ കാണാം, ഗുലാമുൻ അസ്വദ്, ഒരു കറുത്തവനായ ഒരു നീഗ്രോ,
കാണാൻ ഗ്ലാമറൊന്നുമില്ല, കാണാൻ സുന്ദരനൊന്നുമല്ല, ഒരു കറുത്തവനായ ഒരു ചെറുപ്പക്കാരനായ ഒരു അടിമ പള്ളിക്കകത്ത് കയറി വന്നു. 4 ഭാഗത്ത് ഇങ്ങനെ നോക്കി. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ ഒരു സൈഡിൽ കിടക്ക. ഈ ചങ്ങാതി വിചാരിച്ചു ഉറങ്ങുവാന്ന്. സത്യത്തിൽ ഉറങ്ങിയില്ല. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുകയില്ല, ഇങ്ങനെ കടന്നതേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരൻ വിചാരിച്ചു ഉറങ്ങുകയാണെന്ന്. എന്റെ പടച്ചവനെ, അവിടുന്ന് മഹാനവറുകൾ പറയുന്നു, ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദി കടന്നിട്ട് അല്ലാഹുവോട് പറയാ, പടച്ചവനെ ഇപ്പൊ നീ മഴ പെയ്യിപ്പിക്കണം. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയുകയാ, അവിടുന്ന് അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ ഇപ്പൊ നീ മഴ പെയ്യിപ്പിക്കണം. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കാ, ഇവന് ഭ്രാന്താണോ? അള്ളാഹുടെ പള്ളിക്കകത്ത് വന്നിട്ട് ഒരു അടിമയായ ഒരു ചെറുപ്പക്കാരൻ, ഒരു നീഗ്രയായ കറുത്തവന് സുജൂദി കടന്നിട്ട് പടച്ചവനോട് പറയുന്നു, അല്ലാഹുവേ എനിക്കൊന്നും കേൾക്കണ്ട, ഇപ്പം തന്നെ നീ മഴ പെയ്യിപ്പിക്കണം. മഹാനവറുകൾ ചിന്തിച്ചു, നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല, ഇപ്പൊ ഇവെന്താ ഇങ്ങനെ പറയണേ, ഇവനെന്താ ഭ്രാന്താണോ എന്ന് ചിന്തിച്ചെന്നാ. ഇവൻ അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ ഇപ്പം നീ മഴ പെയ്യിപ്പിക്കണം, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ഈ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ മഴ പെയ്യിപ്പിക്കണം. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ചിരിക്കാത്രേ. ചരിത്രം പറയാ, പടച്ചവനെ ആ ചെറുപ്പക്കാരൻ, ആ നീഗ്രയായ കറുത്ത മനുഷ്യൻ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മഴ പെയ്തു. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് മഴ പെയ്തു. അല്ലാഹുവേ, ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ വീണ്ടും സുജൂദിൽ കിടന്നിട്ട് പറയാ, പടച്ചവനെ എനിക്കൊരു യോഗിയില്ല, എനിക്ക് അല്ലാഹുവേ ഞാൻ മഴ ചോദിച്ചപ്പോ നീ തന്നല്ലോ അല്ലാ, അഹങ്കാരമൊന്നും അല്ല അല്ലാ, ഞാനൊരു കഴിവില്ലാത്തവനാ അല്ലാ, ഞാനൊരു പാവപ്പെട്ടവനാ അല്ലാ, എനിക്ക് നീ പുറത്തു തരണേ എന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്യാ. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹുവിന് അത്ഭുതമായി, ഇത് ആരാ പടച്ചവനെ? ചെറുപ്പക്കാരെ പുറകെ ഇറങ്ങിപ്പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ പോയിട്ട് കണ്ടുപിടിച്ചു. ഈ അവസാനം ഈ ചെറുപ്പക്കാരനെ ഒരു ദിവസം വീട്ടിൽ പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണത് ഞാൻ കേട്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തതിന്റെ പേരിലാണല്ലോ മഴ പെയ്തത്. ഇത് പോയി ചോദിക്കുമ്പോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന, ഞാനെന്നല്ല, ഓടിക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പിന്നെ പള്ളി കണ്ടിട്ടില്ല ഈ ചെറുപ്പക്കാരനെ. ഈ ചെറുപ്പക്കാരനെ പള്ളി കണ്ടില്ല. 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞു. കാണാതെ വന്നപ്പോ തെരഞ്ഞു വീട്ടിൽ പോയപ്പോ പറഞ്ഞു, എല്ലാം വിറ്റ് പറക്കിയിട്ട് പോയെന്ന്. കാരണം എന്തേ? ആ മനുഷ്യൻ ആരാണെന്ന് ഒരാൾ അറിഞ്ഞു. അതുകൊണ്ട് പിന്നെ ആ നാട് വിട്ടുപോയി. ഇങ്ങനെയാ പണ്ഡിതന്മാരും മഹത്തുക്കൾ, അല്ലാഹു ആദരിച്ചവർ. അവർ ഇഖ്ലാസോടുകൂടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു കൊടുക്കും. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തന്നത്, നീ എന്ത് ചെയ്യുമ്പോഴും ഇബാദത്തുകൾ ചെയ്യുന്ന സമയം നീ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്ക്. അവിടെ വേറെ ഒന്നും വരാൻ പാടില്ല. നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്ക്, എങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമെന്താ? നീ ഇബാദത്തുകൾ ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ ഉപദേശം എന്താ? വഇൻ കുന്ത ഫി ദുആ, അതാ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന രണ്ടാമത്തെ ഉപദേശം എന്താ? മോനെ, ഭക്ഷണം കഴിക്കുമ്പോ നീ നിന്റെ തൊണ്ടയെ വല്ലാതെ സൂക്ഷിക്കണേ. അതാ തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങുന്നത് ഹറാമാണോ ഹലാലാണോ, അല്ലാഹു അനുവാദം തന്നതാണോ, അല്ലാഹു കഴിക്കരുതെന്ന് പറഞ്ഞതാണോ? തൊണ്ടയ്ക്ക് താഴെ ഇറക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നീ വല്ലാതെ ചിന്തിക്കണേ എന്ന് മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഹറാമായ ഭക്ഷണം കഴിച്ചാൽ, ഹറാമായ പാനീയം കുടിച്ചാൽ, ഒരു ഉരുള ഭക്ഷണം കഴിച്ചാൽ, ഒരു കവള വെള്ളം കുടിച്ചാൽ, പിന്നെ
40 ദിവസം അവന്റെ ദുആയിക്ക് ഇജാബത്തില്ല. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല. അവന്റെ മുഖത്തേക്ക് തന്നെ അവന്റെ നിസ്കാരവും അവന്റെ ഖുർആനും അവന്റെ സർവ്വ സൽക്കർമ്മങ്ങളും ആ മനുഷ്യന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പറഞ്ഞതെന്ന രണ്ടാമത്തെ ഉപദേശം എന്തായിരുന്നു? പടച്ച റബ്ബേ, നീ നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് നീ വല്ലാതെ സൂക്ഷിക്കണേ എന്ന് ലുഖ്മാൻ ഹകീം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഹലാലും ഹറാമും ആരും നോക്കാറില്ലല്ലോ. എവിടെയാണ് ഹലാല് നോക്കുന്നത്? പടച്ചവനെ, എങ്ങനെയും തിന്നണമല്ലോ, എങ്ങനെയും സുഖിക്കണമല്ലോ, എങ്ങനെയും ജീവിക്കണമല്ലോ. അത് കൊന്നിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, മോഷണം നടത്തിയിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, ഏതു വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും പടച്ചവരെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ കിടന്ന് പരക്കം പായുന്ന കാലമാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, സഹാബാ, 4 പാപങ്ങൾ ചെയ്യല്ലേ, 4 പാപങ്ങൾ നിങ്ങൾ ആരും ചെയ്യല്ലേ. 4 പാപങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താ അല്ലാഹു നിങ്ങളുടെ ആയുസ് കുറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പറയുന്ന 4 തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് കുറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ, ഹറാമായ സമ്പത്തുണ്ടോ, അല്ലാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 തെറ്റുകൾ. അതിലെ ഒന്നാമത്തെ തെറ്റ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹറാമായ പണം ആരുടെ വീടിന്റെ അകത്ത് സൂക്ഷിക്കുന്നുണ്ടോ അല്ലാഹു അവന്റെ ആയുസ് വെട്ടിക്കുറയ്ക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ഒരു മടി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോൺ എടുത്തതില്ലേ, പലിശയ്ക്ക് എടുത്തതില്ലേ, പടച്ചവനെ പണയം വെച്ചതില്ലേ, എന്തൊക്കെയായില്ലേ. പെട്ടെന്ന് പണക്കാരനാകാൻ ഇപ്പൊ എന്തോ ഒരു പുതിയ ഒരു കച്ചവടം ഉണ്ട്. പൈസ കൊണ്ടുപോയി കുറെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. അങ്ങനെ എന്തോ ഒരു കച്ചവടം ഉണ്ടല്ലോ, അറിയോ ഉസ്താദ്? അറിയോ? എന്താ അതിനൊരു പേര് പറയാം? എന്താ സുലൈമാക്ക അതിന്റെ പേര് പറയാം? എന്തോ കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാല് എന്താ റഹീമേ, അങ്ങനെ എന്തൊരു പരിപാടി ഇല്ലേ മക്കളെ? ഓൻ പോയില്ലേ കൊണ്ടല്ല. ആലോചിക്ക ചങ്ങായിമാരെ, എന്റെ അടുത്ത് ഈ അടുത്തൊരു ഒരാളൊരു മസല ചോദിച്ചു. ഞാൻ ഇങ്ങനെ അതിനെ കുറിച്ച്, ഇപ്പൊ പുതിയൊരു സ്വർണ്ണക്കടയിൽ കുറച്ച് പൈസ കൊണ്ടിട്ടാ മതി. ഒരു 10 ലക്ഷം രൂപ സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം 10,000 രൂപ. മാസാമാസം 10,000 രൂപ. ഹലാലാണോ ഹറാമാണോ അതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവസാനം സ്വർണ്ണക്കടയും പൂട്ടിയിട്ട് ഓനങ്ങ് പോകും. അപ്പോഴാ എന്റെ പ്രിയമുള്ളവരെ, പിന്നെന്തോ ഇങ്ങനെ എന്തോ ഒരു ചെയിന്റെ കഥ പറയുന്നൊക്കെ, ഇങ്ങനെ ചെയ്യും പോലെ പോവാ. ഒരാളെ ചേർത്ത് കൊടുക്കുന്നു, മറ്റൊരാളെ ചേർത്ത് കൊടുക്കുന്നു, ചേർത്ത് അവസാനം നരകത്തിൽ പോകുന്ന അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ചിലത് പണം ഉണ്ടാക്കാൻ എളുപ്പ വഴികൾ. എന്ത് പണം ഉണ്ടാക്കാനുള്ള വഴിയാ നോക്കണേ. എന്തെല്ലാം വഴികൾ, പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളാ പലരും നോക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഈ ബുദ്ധിയൊക്കെ വേറെ വല്ല കാര്യത്തിനുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായനെ. ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധികളൊക്കെ വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കാൻ പെണ്ണുങ്ങളൊക്കെ സ്വർണം വരെ വിറ്റു. കെട്ടിയവൻ ചോദിക്കുന്നു, ആമിന എന്റെ പെങ്ങളെ കെട്ടി. ഓ, എന്റെ അടുത്ത് ഒന്നുമില്ല. എന്നിട്ടുണ്ടായിരുന്നത് മുഴുവനും വിറ്റിട്ട് കൊണ്ടായിട്ടത് മൊത്തവും പോയി. പണക്കാരെ ആർത്തി, പണത്തിനോടുള്ള ആർത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ചില പെണ്ണുങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയാത്തവരുണ്ട്. ആർത്തി എന്ന് പറഞ്ഞാൽ എന്തൊരാർത്തി എന്നറിയൂ? സമ്പത്തിനോടുള്ള വല്ലാത്ത ആർത്തി. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, സമ്പത്തിനോട് ആർത്തി വെച്ച അള്ളാഹു നിനക്ക് നല്ല മരണം തരൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര ചരിത്രങ്ങളുണ്ട്. ഒരാൾക്ക് സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ നശിച്ചു, ഒരു കാലത്തും നേരെയാകില്ല. സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ മോശമായ മരണമേ നിനക്ക് കിട്ടൂ.
എത്രയോ ചരിത്രം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സഹാബി ഇറങ്ങി ഓടുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ ഓടുന്നത് നബിയെ? ഈ ഇട്ടിരിക്കണ വസ്ത്രമേ എനിക്കുള്ളൂ, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ. ആ സഹാബി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, നബിയെ, ഞാൻ ഇട്ടിരിക്കണ ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് അത് ധരിച്ച് നിസ്കരിക്കാൻ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിസ്കരിക്കുമ്പോ ധരിക്കാൻ ഒറ്റ വസ്ത്രമേ ഉള്ളൂ. എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരൊറ്റ ജോഡി വസ്ത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓടണേ. ഈ സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ, സമ്പത്തുണ്ടാകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട, സമ്പത്ത് വേണ്ട. ഇല്ല നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്. നബി പറഞ്ഞു, വേണ്ട. എന്തേ നബിയെ? സമ്പത്ത് കിട്ടിയാ നീ അല്ലാഹനെ മറക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തനിക്കും തന്റെ ഭാര്യയ്ക്കും 2 ജോഡി വസ്ത്രമില്ല, 1 ജോഡി വസ്ത്രം. ആ 1 ജോഡി വസ്ത്രമുള്ള സഹാബിയോടാ പറഞ്ഞത്, പണം കിട്ടിയാ നീ അല്ലാഹനെ മറക്കും. അപ്പൊ ഈ സഹാബി ചോദിച്ചു, അത്ര ഞാനോ? സുബ്ഹാനല്ലാഹ് നബിയെ, ഞാൻ അങ്ങയുടെ കൈ പിടിച്ചിട്ടാ മുസ്ലിമായത്. അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന സഹാബിയെ ഞാൻ മറക്കോ നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴും പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ ഈ സഹാബി നിർബന്ധിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, സമ്പത്തുണ്ടായി. 5 നേരം പള്ളി വന്ന സഹാബിയെ പിന്നെ 3 നേരമേ പള്ളി കാണുന്നുള്ളൂ, കാണാനില്ല. 5 നേരം പള്ളി നിസ്കരിക്കാൻ വന്നിരുന്ന സഹാബി പിന്നെ 3 വഖത്തായി പള്ളിയിലേക്ക്. അവസാനം പിന്നെ 3 ഇല്ല. ഒരു ദിവസം പള്ളി തന്നെ വരാത്ത അവസ്ഥ. അവസാനം പിന്നെ വെള്ളിയാഴ്ച മാത്രമായി. പള്ളി വരുന്നത് വെള്ളിയാഴ്ച മാത്രം. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ആ സ്വഹാബിയുടെ അവസ്ഥ എന്തെന്നറിയോ? അവസാനം കാഫിറായി ചത്തുപോയെന്ന് അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സഹാബി? ഈ സഹാബിയെ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് വിളിച്ചിരുന്നത് പള്ളിയുടെ മാടപ്രാവെന്നാ വിളിച്ചിരുന്നേ. കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തുണ്ടായിരുന്നു. പള്ളിയുടെ മാടപ്രാവേ എന്ന് സഹാബത്ത് വിളിച്ചിരുന്ന സഹാബി പണം കൂടിയപ്പോ, പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ സഹാബിയായിട്ട് പോലും അവസാനം മോശമായി മരിച്ചുപോയി എന്ന് ചരിത്രം പറയുമ്പോ ഈ ആർത്തി കൊണ്ട് ഒരു സഹാബിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഭർത്താവിനോട് ഹറാമായ പണവും സമ്പാദ്യവും ഭക്ഷണവും വീട്ടിൽ കൊണ്ടുവരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആയുസ് കുറയുന്ന പാപങ്ങളിൽ ഒന്നാമത്തെ പാപം എന്റെ മോനെ ഹറാമായ പണവ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 വ്യഭിചാരം. ഞാൻ വിശദീകരിക്കുന്നില്ല. വ്യഭിചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്യ പെണ്ണുങ്ങളുമായി ഭാര്യ നിനക്ക് അല്ലാഹു അനുവദീയമാക്കി തന്നതാ. അവളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് സുഖിക്കുന്ന എവനെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ നിനക്ക് അല്ലാഹു നിന്റെ ആയുസ് നിന്റെ റബ്ബ് വെട്ടിച്ചുരുക്കും. വ്യഭിചരിക്കുന്നവൻ അതാണാകട്ടെ പെണ്ണാകട്ടെ ഇങ്ങനെ വിചാരിച്ച് സുഖിച്ചും ആസ്വദിച്ചും നടക്കുകയാ. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു, പടച്ചവനെ ഇത്രയോളം ഇങ്ങനെ ഓടി നടന്ന് പെണ്ണ് കിട്ടുന്നവന്മാരുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടികെട്ട് ചെലവിന് പോലും കൊടുക്കാത്ത ചില മഹാന്മാരെ പോലെ ജീവിക്കുന്ന ചില ആൾക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പക്കാരോട്, മക്കളെ, അള്ളാഹു തന്ന ആയുസ് റബ്ബ് കുറച്ചുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ, അവരുടെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? ലുഖ്മാൻ ഹകീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തന്ന രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? വഇൻ കുന്ത ഫിത്ആ, നീ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിനെ കുറിച്ച് നീ വല്ലാതെ സൂക്ഷിക്കണേ. എന്നിട്ട് 3ാമതായി പറഞ്ഞു തന്ന ഉപദേശം എന്തെന്നറിയുമോ? ഇൻ കുന്ത ഫീ ബൈതി ഗൈരിഹി ഫഹ്ഫദ് ഐനൈക. പറഞ്ഞു തരുന്ന 3ാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മറ്റു
മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നിന്റെ വീടല്ലാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് നീ കടന്നു ചെന്നാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല പറയുകയാ, എടാ ചെറുപ്പക്കാരോ, നിന്റെ വീടല്ലാതെ മറ്റാരുടെയെങ്കിലും വീടിന്റെ അകത്ത് നീ കടന്നു ചെന്നാൽ, ഒന്നാമതായിട്ട് പറഞ്ഞു തരുന്ന കാര്യം, നിന്റെ വീടല്ലാതെ മറ്റാരുടെയെങ്കിലും വീട്ടിലേക്ക് നീ കടന്നു ചെന്നാൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തേ ഉസ്താദ് ഇത്ര നിസ്സാരമായ കാര്യം എന്ത് ഓർമ്മപ്പെടുത്തണേ? നമുക്കത് നിസ്സാരമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിങ്ങൾ നോക്ക്. ഒരാള് ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിൽക്കാൻ പാടുണ്ടോ ഇല്ലയോ? പറ. ഒരാളൊരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ എവിടെയാ നിൽക്കേണ്ടത്? വീടിന്റെ മുന്നിലാണോ സൈഡിലാണോ? എവിടെ നിൽക്കണം? പറ മനുഷ്യ, എവിടെ നിൽക്കണം? എന്തുകൊണ്ട് ഇവിടെ ആര് നിൽക്കണം? ഓടിക്കേറുവല്ലേ? എവിടെ ചോദിക്കുന്ന അനുവാദം? ആരാ അനുവാദം ചോദിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മതി. കള്ളുകുടിയൻ അറിയായിരുന്നു ഇന്നത്തെ പേവെള്ളം അടിച്ചടക്കുന്നവരെ പോലെയൊന്നുമല്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയായാൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ഭരണാധികാരികളൊക്കെ അങ്ങനെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ തന്റെ അനുയായികളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ മെമ്പർ ഇല്ലേപ്പാ? ഇവിടുത്തെ മെമ്പർ ഇല്ലേപ്പാ? ചങ്ങയുടെ പേരെന്ത്? അബ്ബാസ് ഭായി ഇവിടെ ഇല്ലേ? അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. നമ്മളെ വലിയ സ്നേഹം എന്റെ അടുത്തൊക്കെ വന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ അങ്ങാതിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയാകുമ്പോ തന്റെ അനുയായികളെ തെരഞ്ഞിട്ട് നടക്കും. നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികളുടെ അവസ്ഥ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാസങ്ങളായിട്ട് കർഷകര് ഡൽഹിയിൽ കിടന്നിട്ട് പ്രതിഷേധം നടത്തുക. ആരാപ്പ തിരിഞ്ഞു നോക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തിന്റെ നെടുന്തൂണുകളായിരുന്ന കർഷകന്മാർ ഇന്ന് അവരുടെ അവസ്ഥ. പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അന്ന് കർഷകന്റെ മകനാണെന്ന് പറയാൻ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നൊരു കാലം. അതൊക്കെ പോയി. ഇന്ന് കർഷകന്മാര് കടന്നിട്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കണ്ടിട്ടില്ലേ? ആരെങ്കിലും അവർക്കെതിരെ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയി. അവനെ വേറെ രീതിയിൽ അവന്റെ മതം നോക്കിയിട്ടാ സംസാരിക്കുക. എന്ത് ഭരണാധികാരികൾ! പടച്ചവനെ അല്ലാഹുവേ, ഇങ്ങനെയും മനുഷ്യൻ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ബൽഹും അല്ലൽ, എത്ര സത്യമാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ചാൽ നാൽക്കാലികളെക്കാളും അധപ്പതിച്ചു പോകുമെന്ന് ഖുർആൻ പറഞ്ഞത് സത്യമാ. അധികാരം കിട്ടിക്കഴിയുമ്പോ എല്ലാത്തിനും വലിയ അഹങ്കാരം. ഒന്ന് നേടാൻ വേണ്ടി മാത്രമുള്ളത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരിയൂല. കരുണയില്ല, ദയയില്ല, പരിഗണനയില്ല, ഒന്നുമില്ല. ഹൃദയം കരിങ്കല്ലിനെ പോലെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തുഅ്തിൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഒന്നുകിൽ അധികാരം കൊടുത്തിട്ട് അള്ളാഹു അവനെ നശിപ്പിച്ചു കളയും. അല്ല പറഞ്ഞു ഒന്നുകിൽ അധികാരം കൊടുത്തിട്ട് അള്ളാഹു ഒന്നുകിൽ നശിപ്പിക്കും, അല്ലെങ്കിൽ അള്ളാഹു അവനെ ഉയർത്തും. എത്രയോ സത്യമാ. അള്ളാന്റെ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു തുഅ്തിൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ. അള്ളാന്റെ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അധികാരം അള്ളാഹുവാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ അധികാരം അള്ളാഹു കൊടുത്തിട്ട് ആ മനുഷ്യനെ ഉയർത്തും. എന്റെ പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അബ്ദുൽ കലാം. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. പായിപ്പാട് പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. 2 ദിവസം മുമ്പ് ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ചെറിയ മകൻ, ഒരു ചെറിയ കുട്ടിയുണ്ട്, വാപ്പാനോട് പറഞ്ഞു അത്രേ എനിക്ക് അബ്ദുൽ കലാമിനെ പോലെ ആയാ മതിയെന്ന്. ഞാൻ അവനോട് പറഞ്ഞു എടാ നീ ഹാഫിൾ ആകണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ മകനെ ഹാഫിൾ ആക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ചപ്പോ ആ ചെറിയ മകൻ പറഞ്ഞു അത്ര എനിക്ക് അബ്ദുൽ കലാം ആയാ മതിയെന്ന്. എന്റെ പ്രിയമുള്ളവർ, എത്രയൊക്കെയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു ആ മനുഷ്യനെ കുറിച്ചുള്ള ബോധം ഒരു ചെറിയ കുട്ടിയുടെ ഹൃദയത്തിൽ കൊടുത്തു. എങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്ക്, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് ട്രംപ്, ചങ്ങാതിയുടെ അഡ്രസ് ഉണ്ടോ ഇപ്പോ? ആരായിരുന്നു? ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടിട്ട് അവസാനം നാണം കെട്ടിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത് നാണം കെടുത്തി കളയും അല്ലാഹ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളൊക്കെ ഇന്ന് ഇങ്ങനെ അഹങ്കരിക്കുക, അധികാരം
കിട്ടിക്കഴിയുമ്പോ എല്ലാം ഇങ്ങനെ. പക്ഷെ ഒരു ദിവസം അള്ളാഹു വലിച്ച് തറയിലിടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ അഹങ്കാരത്തിനൊക്കെ ഒരിക്കൽ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാത്രിയായ ഇങ്ങനെ തെരഞ്ഞു നടക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്നിട്ട് നല്ല പാട്ട് കേൾക്കാം. ഒരു വീടിന്റെ അകത്ത് നിന്ന് വല്ലാത്ത പാട്ട് കേൾക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോ ഒരു കള്ളുകുടിയനാ നിന്നിട്ട് പാടുന്നേ. ഇസ്ലാമിന്റെ ഖലീഫ നോക്കുമ്പോ ഒരു കള്ളുകുടിയൻ നിന്ന് പാട്ട് പാടുകയാ. ഉമർ തങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി വീടിന്റെ അകത്ത് മതിരി ചാടി അകത്ത് കയറി. നോക്കുമ്പോ പടച്ചോൻ ഇങ്ങനെ നാരാപ്പ പാടുന്നത് നോക്കുമ്പോ കള്ളു കുടിച്ചിട്ട് ഒരുത്തൻ നിന്ന് പാടുക. കതക് ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി നോക്കുമ്പോ കള്ളുകുടിയൻ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കയറി ചെല്ലുമ്പോ ഈ കള്ളുകുടിയൻ ഇങ്ങനെ കണ്ണും തള്ളിയിട്ട് നിൽക്കുക. ഉമർ കണ്ണിന്റെ മുന്നിൽ നിൽക്കണത്. പക്ഷെ ആ കള്ളുകുടിയൻ പതറിയില്ല. ആ കള്ളുകുടിയൻ ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചു, ഞാനൊരു പാപം ചെയ്തു, ശരിയാ, ഞാൻ കള്ളു കുടിച്ചു, ഞാനൊരു തെറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ 3 എണ്ണമാ എന്നെക്കാളും മുമ്പേ ചെയ്തത്. ഞാൻ ഒരു പാപമേ ചെയ്തുള്ളൂ, നിങ്ങൾ 3 തെറ്റ് ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു, ഞാൻ 3 എണ്ണം ചെയ്തോ? എന്തേ എന്റെ 3 തെറ്റ്? 1, എന്റെ വീടിന്റെ മതില് ചാടി. ഒന്നാമത്തെ തെറ്റ് വീടിന്റെ മതില് ചാടി. 2, ഒളിഞ്ഞു നോക്കി. 2, എന്റെ വീടിന്റെ അകത്ത് നിങ്ങൾ ഒളിഞ്ഞു നോക്കി. 3, എന്റെ വാതില് ചവിട്ടി അനുവാദമില്ലാതെ എന്റെ വീടിന്റെ അകത്ത് കയറി. ഉമർ തങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു കള്ളുകുടി എന്റെ വീടിന്റെ അകത്ത് കയറിയപ്പോ അവൻ പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചത് പാപമാണ്, പക്ഷെ ഞാൻ 1 ചെയ്തുള്ളൂ, നിങ്ങൾ 3 എണ്ണം ചെയ്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമം എടുത്തു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഒരു വീടിന്റെ അകത്ത് കയറണമെങ്കിൽ വീട്ടുകാരോട് അനുവാദം ചോദിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എന്റെ ഉമ്മാനെ കാണാൻ പോകുമ്പോ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ, എന്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അനുവാദം ചോദിക്കണം. ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടെ എന്റെ ഉമ്മയല്ലാതെ ആരുമില്ല. എന്റെ ഉമ്മയെ നോക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നത് ഞാനാണ്, എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അനുവാദം ചോദിക്കണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നീ നിന്റെ ഉമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും നീ അനുവാദം ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളൊരു വീടിന്റെ മുന്നിൽ ചെന്നാൽ നിങ്ങൾ അനുവാദം ചോദിക്കണോ, നിങ്ങൾ അനുവാദം ചോദിക്കണോ. നിങ്ങളെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറയണോ. സലാം പറഞ്ഞിട്ട് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിൽക്കല്ലോ, വാതിലിന്റെ നേരെ നിൽക്കല്ലോ, നിങ്ങൾ മാറി നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അതിന്റെ കാരണമെന്താ? പടച്ചവരെ, ഇന്നത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അല്ലാഹുവിന്റെ റസൂലിന് അറിയാമായിരുന്നു. പറഞ്ഞു, ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് ബെല്ലടിച്ചിട്ട് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എന്തേ കാരണം? നമ്മുടെ പെണ്ണുപിള്ളമാരുടെ സ്വഭാവം നബിക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാ പറഞ്ഞത്, വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണം. കാരണം ബെല്ലടിച്ചു കഴിഞ്ഞാൽ നിന്റെ പെണ്ണുപിള്ള വന്ന് വാതിൽ തുറക്കുമ്പോ ഓക്കെ എവിടെ തുണി ഉണ്ടാവും അവക്ക് തന്നെ അറിയത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ഓടി വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആരാ എന്ന് നോക്കാറില്ല. അടുക്കളയിൽ നിൽക്കണ കോലത്തിൽ ഒരൊറ്റ വരക്ക സൂപ്പർ ഫാസ്റ്റ് വരുന്ന പോലെ വന്നൊറ്റ
തുറപ്പാ. അള്ളാഹുവെ, ഉസ്താദാണോ നാട്ടുകാരാണോ ആരാണോ എവിടെ തുണിയുണ്ട് പിന്നെ ഓടുന്നേ, അത് നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്, മാറി നിൽക്കണം. കാരണം ആ പെണ്ണ് ചിലപ്പം അന്യ പെണ്ണായിരിക്കാം, അന്യ പുരുഷനായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ അവളെ ഔറത്ത് ചിലപ്പം മറഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മാറി നിൽക്കണം, അനുവാദം ചോദിക്കണം. അനുവാദം കിട്ടിയാലേ വീടിന്റെ അകത്ത് കയറാവൂ, ഇല്ലെങ്കിൽ നീ തിരിച്ചു പോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു വീടിന്റെ അകത്ത് കയറി, നിന്റെ വീടല്ലാതെ വേറെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം. നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം. അതിങ്ങനെ നോക്കാൻ പാടില്ല, അവിടെയും ഇവിടെയും നോക്കാൻ പാടില്ല. നിനക്ക് കാണാൻ പാടില്ലാത്തത് നീ കാണാൻ പാടില്ല. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ ഇതൊക്കെ പറയുമ്പോ എന്റെ പെങ്ങൾ ചോദിക്കും, ഉസ്താദ് ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ നിസാര കാരണമല്ലേ? ഈ പറയുന്നതൊക്കെ നിസാരമായ തെറ്റുകളല്ലേ? ഇതെന്തിനാ പറയുന്നത്? ഇതൊക്കെയാണോ വഅദ് പറയേണ്ടത്? ഇത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനോ? ഇതൊക്കെ ഒരു പാപമാണെന്ന് കരുതുന്നില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പാപമല്ലെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ഇതൊക്കെ എനിക്കും നിനക്കുമാണ് നിസാരം. അല്ലാഹുവിന്റെ മുന്നിൽ ഇത് നിസാരമല്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എടുത്തു നോക്ക്. ഒരന്യ പുരുഷനോടൊരു പെണ്ണിന് സലാം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമം എടുത്തു നോക്ക്. ഒരന്യ പുരുഷനോട് ഒരു അന്യ പെണ്ണിന് സലാം പറയാൻ പാടുണ്ടോ? ഇല്ലേ? പാടുണ്ടോ? പറ. നിങ്ങളുടെ പെണ്ണും പിള്ളമാർക്ക് എന്നോട് സലാം പറയാൻ പറ്റുമോ? ഇല്ലേ? വെടിയുണ്ടത് ഉള്ളത് പറ ചങ്ങാതി. എന്തുകൊണ്ട്? എന്റെ സലാം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. സലാം പറയാൻ പോലും എന്തിന്? നീ മരിച്ച് നിങ്ങളുടെ പെണ്ണും പിള്ള മരിച്ച എനിക്ക് കാണാൻ പാടുണ്ടോ? കാണാൻ പാടുണ്ടോ? ഇരിക്കണ സുലൈമാനിക്കാടെ ഭാര്യ, നിങ്ങൾ നല്ല സ്നേഹബന്ധമാ, അള്ളാഹുർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ ഭാര്യ മരിച്ച സുലൈമാനിക്കായി കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അന്യ പെണ്ണ്, മയ്യത്ത് പോലും കാണാൻ പാടില്ല.